പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഷാർപ്പായ ലക്ഷ്യങ്ങളോടെയാണ് ഡൽഹി സർക്കാരിന്റെ മുഖമായി ഒരു വനിതയെ ആം ആദ്മി പാർട്ടി അവതരിപ്പിക്കുന്നത്. 26 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ ഭരണം പിടിക്കാൻ ബിജെപിയും 12 വർഷത്തിനു ശേഷം കോൺഗ്രസും ഒരുക്കുന്ന തന്ത്രങ്ങൾ രാഷ്ട്രീയ കൗതുകമാകും. ഒരമ്പ് പല ലക്ഷ്യം. അതിഷി ഡൽഹിയിൽ സർക്കാരിന്റെ മുഖമാകുന്നതിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഒരേ സമയം ലക്ഷ്യമിട്ടത് പല കാര്യങ്ങൾ. ജയിലിലായപ്പോൾ പാർട്ടിയെ നയിക്കാൻ സുനിത കെജ്രിവാൾ വരുമെന്ന ഊഹാപോഹങ്ങൾ കുടുംബാധിപത്യമെന്ന വിമർശനത്തിലാണെത്തിയത്. അതിഷിയിലൂടെ ആ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചു. കുടുംബാധിപത്യം ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്ന സന്ദേശം വനിതാ മുഖത്തെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഇനി എതിരാളികൾക്കും നേതാവാരെന്ന് വ്യക്തമാക്കേണ്ടി വരും. ബിജെപി ഡൽഹിയിൽ പരീക്ഷിച്ച വനിതകളിൽ സുഷമ സ്വരാജ് മാത്രമാണ് മുഖ്യമന്ത്രിയായത്. കിരൺ ബേദിക്കും മീനാക്ഷി ലേഖിക്കും ശേഷം ബാൻസുരി സ്വരാജാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ബിജെപി മുഖം. സ്മൃതി ഇറാനിയെ ഡൽഹിയിൽ പരീക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്ന സമയവുമാണിത്. ഷീല ദീക്ഷിത്തിനു ശേഷം കോൺഗ്രസിനാകട്ടെ ഡൽഹിയിൽ ഉയർത്തിക്കാട്ടാൻ തലപ്പൊക്കമുള്ള മുഖമേയില്ല. തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ജനങ്ങളുടെ കോടതി തീരുമാനിക്കട്ടെ എന്ന് കെജ്രിവാൾ പറയുന്നു. ജനവധി തേടി മടങ്ങിയെത്തിയാൽ ആരോപണങ്ങൾ പഴങ്കഥയാകുമെന്നറിഞ്ഞാണ് ഈ നീക്കം. അപ്പോഴും ബാക്കിയുള്ള വെല്ലുവിളി പാർട്ടിയെ ഒന്നിച്ചു നിർത്തുക എന്നതാണ്. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറൻ ബിജെപിയിൽ എത്തിയതുപോലുള്ള പ്രതിസന്ധിയും മുന്നിൽ കാണണം. പൊളിറ്റിക്കൽ ഡെസ്ക് 24. വലിയ ജോലിയിൽ പറയുകയായിരുന്നു അതിഷിക്ക് അഭിവാദ്യങ്ങളെന്ന് പറയുകയായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിഷിക്ക് ആശംസകൾ അറിയിക്കുന്നു. നമ്മളോട് പറഞ്ഞ അതിഷി കേൾക്കുമെന്നറിയില്ല. എന്തായാലും അതിഷിക്ക് നമ്മുടെ പ്രേക്ഷകരുടെയും ആശംസകൾ അറിയിക്കുകയാണ്.